ഹലോ വെൽക്കം ടു Aamis ഫ്രം 8th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിലെ ആനുവൽ എക്സാമിനേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ എല്ലാ ഇയറും ഇതുപോലെ തന്നെ മോഡൽ പേപ്പേഴ്സ് ഷെയർ ചെയ്യാറുണ്ട്. സോ അതൊക്കെ വാച്ച് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കാണുക കേട്ടോ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ വരുന്ന കൺവെർസേഷൻ, പ്രൊഫൈല്, അതുപോലെ ചില എഡിറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് താഴെയുണ്ട്. ലെറ്ററൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ലെറ്റർ നോട്ടിക്സ്, പ്രൊഫൈൽ ക്രിയേഷൻ, അതെല്ലാം. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്, നോർമലായിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കാൻ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സെക്ഷൻ നമുക്ക് ഇതുപോലെ പാസേജ് വന്നിട്ട് അതിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇത് ചിലപ്പോൾ നമ്മുടെ ചാപ്റ്റർ എന്നുള്ള ഏതെങ്കിലും ഒരു ചാപ്റ്റർ എന്നുള്ളൊരു ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളൊരു പാസേജ് ആയിരിക്കാം കേട്ടോ. 1-2 പാസേജസ് ഒക്കെ വരാറുണ്ട്. Read the passage from the story The Merchant of Venice and answer the following question. നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ അവിടെ ആ ഒരു പാരഗ്രാഫ് നിങ്ങൾ വായിക്കുക. നമുക്ക് ക്വസ്റ്റ്യനിലെ ആൻസേഴ്സ് നോക്കാം. Who was Antonia? ആരാണ് ആന്റോണിയ? അവിടെ വന്നിട്ടുണ്ട്, ഫസ്റ്റ് ലൈനിൽ വന്നിട്ടുണ്ട്, ആന്റോണിയ വാസ് എ യങ് ആൻഡ് ഹോണസ്റ്റ് മെർച്ചൻറ്റ് ഇൻ ദ ടൗൺ ഓഫ് വെനീസ്. ഫസ്റ്റ് ആൻസർ കിട്ടി. സെക്കൻഡ് വൺ, വൈ വാസ് ആന്റോണിയ നോൺ എസ് ദ കൈൻഡസ്റ്റ് മാൻ എവർ ലിവ്ഡ്. ഏറ്റവും കരുണയുള്ള ഒരാളാണ്, ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കരുണയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്ന ആളെ വിശേഷിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഹി ഓൾവേസ് കം ടു ദ ഹെൽപ്പ് ഓഫ് ദ പീപ്പിൾ ഇൻ ട്രബിൾ. അപ്പോൾ ആൾ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു ഹെൽപ്പായിട്ട്, എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ആൾക്കാർക്ക് ഉണ്ടായ ഒരു ഹെൽപ്പായിട്ട്, സഹായമായിട്ട് അവൻ എത്തുന്നുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് എ പേഴ്സൺ വാസ് ബസാനിയോ? ആരാണ് ആന്റോണിയയുടെ ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ് ആര്? ബസാനിയോ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ആളാണ് ചോദിച്ചിരിക്കുന്നത്. അതും നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. ബസോണിയ വാസ് എ നോബിൾ വെനറ്റിയൻ അല്ലെങ്കിൽ വെനീഷ്യൻ. ഹി വാസ് നോട്ട് വെരി റിച്ച്. അധികം ക്യാഷ് ഒന്നുമില്ല. ആരുടെ പോലെ? നമ്മുടെ വെനീസിലുള്ള നമ്മുടെ ആന്റോണിയയുടെ പോലെ അത്ര ക്യാഷ് ഒന്നുമില്ല. ഹി ഹാഡ് ലിവ്ഡ് എ ലക്ഷറിയസ് ലൈഫ്. എന്തുകൊണ്ടാണ് ക്യാഷ് ഇല്ലാത്ത ഒരു ലക്ഷറിയസ് ലൈഫ് ജീവിക്കുന്ന ഒരാളാണ്. ആൻഡ് സ്ക്വാൻഡർഡ് ഓൾ ദ ലിറ്റിൽ മണി ഹി ഹാഡ്. വെൻ എവർ ഹി വാണ്ടഡ് മണി ആന്റോണിയ ഹെൽപ്ഡ് ഹിം. എപ്പോഴാണോ അവന് ഒരു ക്യാഷിന് ആവശ്യം വരുന്നത്, അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ആന്റോണിയ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ക്യാഷ് ആവശ്യമില്ലാണ്ട് കളയാണ്. അപ്പോൾ അതിനാണ് നമ്മൾ സ്ക്വാൻഡേർഡ് എന്നുള്ള വാക്ക് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് സെൻറ്റൻസ് ഷോ ദ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ആന്റോണിയ ആൻഡ് ബസാനിയോ? ആന്റോണിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്ന ലൈൻ ഏതാ? ഇറ്റ് സീം ദേ ഹാഡ് ബട്ട് വൺ ഹാർട്ട് ആൻഡ് വൺ പേഴ്സ് ബിറ്റ്വീൻ ദം. അവർ തമ്മിൽ ഒരു മനസ്സും അതുപോലെ ഒരു പേഴ്സേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ്, പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻ ടു സ്പെൻഡ് മണി ഫൂളിഷ്ലി. നമ്മൾ പറഞ്ഞു സ്കാൻഡേർഡ് എന്ന് പറഞ്ഞ വാക്കാന്ന് പറഞ്ഞു, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് 6th തൊട്ട് 9th വരെയുള്ള ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഒരു പോയം എന്ന് പറയുന്നത് പഠിക്കാനുള്ളത് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു പോയാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പോയം വായിക്കാൻ നിങ്ങൾ ആ ഒരു ചാപ്റ്റർ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നമ്മുടെ ചാനലിൽ എല്ലാ വീഡിയോസും നിങ്ങളുടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് കാണുക കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം ഇംഗ്ലീഷിൻ്റെ ആ ഒരു പ്ലേലിസ്റ്റ്. ഇംഗ്ലീഷിൻ്റെ എല്ലാ വീഡിയോസും അതിലുണ്ടായിരിക്കും കേട്ടോ, നിങ്ങളൊന്ന് നോക്കുക. സോ ഇവിടെ നോക്കാം. വിച്ച് ഹൗസ് ഈസ് മെൻഷൻഡ് ഇൻ ദ ഫസ്റ്റ് ലൈൻ? ദർ ഇസ് എ ഹൗസ് നൗ ഫാർ അവേ വേർ വൺസ് ഐ റിസീവ്ഡ് ലവ്. ദ വുമൻ ഡൈഡ് ദ ഹൗസ് വിത്ത് ഡ്യൂ ഇൻ ടു സൈലൻസ്. അപ്പോൾ ഐ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആര് ജീവിച്ചിരുന്നതാ? ഈ ഒരു എഴുത്തുകാരി ജീവിച്ചിരുന്നത്. അപ്പോൾ ആരുടെ ഹൗസാണ്? ദ പോയറ്റ്സ് ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. പോയറ്റ്സ് ഹൗസ് നമുക്ക് എഴുതാം, പക്ഷേ ഇവിടെ പറയുന്നത് അമ്മൂമ്മേനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ പോയറ്റ്സ് ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് നമ്മൾ എഴുതി. 7th, വാട്ട് ഹാപ്പൻ ടു ദ ഹൗസ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഗ്രാൻഡ് മദർ മരിച്ചതിന് ശേഷം എന്താണ് ആ വീടിന് സംഭവിച്ചത്? ആ ലൈൻസ് വായിച്ചാൽ വളരെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. അവിടെ എഴുതിയിട്ടുണ്ട് ദ ഹൗസ് വിത്ത്ഡ്രോ ഇൻ ടു സൈലൻസ് ആൻഡ് സ്നേക്സ് മൂഡ് അമംഗ് ബുക്സ്. അതിൽ എഴുതിയ ലൈൻസ് നമ്മൾ എഴുതിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വാട്ട് ഹാപ്പൻ ടു ദ ഹൗസ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാം. ദ ഹൗസ് ആഫ്റ്റർ ദ ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ ദ ഹൗസ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഗ്രാൻഡ് മദർ ബിക്കംസ് വെരി സൈലൻറ്റ്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് എഴുതാം. ആ ലൈൻ നിങ്ങൾക്ക് ഇതുപോലെ എഴുതി വയ്ക്കുകയും ചെയ്യാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. 8th ക്വസ്റ്റ്യൻ, ഹൗ ആർ ദ ഐസ് ഓഫ് ദ വിൻഡോസ് ഡിസ്ക്രൈബ്? എങ്ങനെയാണ് ഈ വിൻഡോസിൻ്റെ ഐസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ജനാലകളെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 9th ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ ഇൻസ്റ്റൻസ് ഓഫ് സിമിലി ഫ്രം ദ ലൈൻസ് അബവ്. പിക്ക് ഔട്ട് ദ ഇൻസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻ നിങ്ങൾ എടുക്കുക. സിമിലി വരുന്നത് നോക്കിയേ, മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് ദ മൂൺ ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിംഗ് ഡോഗ്. ഒന്നിനെ മറ്റൊന്നായി കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ സിമിലി എന്ന് പറയുക. പക്ഷെ അവിടെ എന്താ, കറക്റ്റ് കമ്പാരിസൺ അല്ല. മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് ദ മൂൺ. മൂണിനെ പോലെ, നമ്മുടെ ചന്ദ്രനെ പോലെ നമ്മുടെ ബ്ലഡ് അത്രയും തണുപ്പേറിയതാവൂ ഇല്ല. പക്ഷെ അത് നമ്മൾ കമ്പയർ ചെയ്യുക. പിന്നെ ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിംഗ് ഡോഗ്. അപ്പോൾ ഒരു ഡോഗിൻ്റെ വോയിസ് പോലെ നമ്മുടെ വാതിലിൻ്റെ വോയിസ് ആവൂ ഇല്ല. പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തു. ഇതാണ് സിമിലി എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഗ്രാമർ സെക്ഷനൊക്കെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ആ ചാപ്റ്റേഴ്സ് ഒന്ന്
കടന്നു പോകുമ്പോൾ തന്നെ നിങ്ങൾക്കത് അറിയാൻ പറ്റും കേട്ടോ. ക്വസ്റ്റ്യൻ 10 to 14 എന്ന് പറയുന്നത് ഇതൊരു പുറമേ നിന്നുള്ളൊരു പാസേജാണ്, ഒരു ഫ്രോഗിൻ്റെ സ്റ്റോറി. അതിൽ നമ്മൾ പിക്ക് ഔട്ട് ചെയ്യേണ്ടതാണ് ആൻസേഴ്സ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പാസേജ് തന്നെ വരില്ലേ, ഇനി നമുക്ക് വേറെ വല്ല പാസേജാകും വരിക. നമ്മുടെ ചാപ്റ്ററിലുള്ള പാസേജാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ വേഗം കിട്ടും. ഇല്ലെങ്കിൽ പുറമെ നിന്നുള്ള പാസേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും കൂടി 1-2 വട്ടം നന്നായി വായിച്ച് കഴിഞ്ഞാൽ ആൻസേഴ്സ് പിക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനിത് കൊടുക്കുന്നില്ല, നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ബാക്കി സബ്ജക്റ്റും കൂടി അപ്ലോഡ് ചെയ്യണം. സോ ഇത് നിങ്ങൾ വായിച്ചോ. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പ്രൊഫൈൽ ക്രിയേഷൻ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് എന്തായാലും വരുന്ന ഒന്നാണ്. ഇതിൽ ഫുൾ മാർക്ക് കിട്ടുന്ന ഇത്രയേ ഉള്ളൂ. അവിടെ ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് എന്താ, യൂസ് അപ്രോപ്രിയേറ്റ് ലിങ്കേഴ്സ് വെർ എവർ നെസസറി. ഈ ലിങ്കേഴ്സ് യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മാർക്ക് കൂടുന്നത്. ഇൻ, ഓൺ, അറ്റ്, വാസ് ഇതൊക്കെ എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയണം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫൈലിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. കാരണം എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് ഇൻ, ഓൺ, അറ്റ് യൂസ് ചെയ്യണമെന്ന് നോക്കാം. ഒരു കുഞ്ഞ് എക്സാമ്പിൾ നോക്കാം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഇത് എഴുതുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. പ്രൊഫൈൽ ക്രിയേഷനിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ: ആദ്യം ഹെഡിങ് കൊടുക്കണം. പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടും കൊടുക്കുക. പിന്നെ ആരുടെയാണോ നമ്മൾ പ്രൊഫൈൽ എഴുതുന്ന ആളുടെ ആ ഒരു നെയിം നമ്മൾ ഹെഡിങ് ആയിട്ട് കൊടുക്കുക. ഇനി ആൾ ജനിച്ച വർഷം എന്ന് പറയുമ്പോൾ ആ വർഷത്തിന് മുമ്പ് നമ്മൾ വാസ് ബോൺ, കാരണം ആൾ ഓൾറെഡി ജനിച്ചതാണല്ലോ. പാസ്റ്റ് ടെൻസ് എഴുതുമ്പോൾ വാസ് എന്ന് സ്റ്റാർട്ട് ചെയ്യണം. വാസ് ബോൺ. ഓണും ഇന്നും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ജനിച്ച ആ ഒരു വർഷത്തിനൊപ്പം. എങ്ങനെയാണ്, വർഷം മാത്രമാണ് 1992, ആ ഒരു ഇയർ മാത്രമാണ് തന്നിട്ടുള്ളെങ്കിൽ നമ്മൾ ഇൻ യൂസ് ചെയ്യും. ഡേറ്റ്, മന്ത്, ഇയർ ഇങ്ങനെയെല്ലാം വിശദമായി തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 12 ജൂൺ 1992 അങ്ങനെ വിശദമായി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൺ ചേർക്കും. ക്ലിയർ ആയല്ലോ. ഇനി ആൾ ജനിച്ച സ്ഥലം അല്ലെങ്കിൽ ആൾ മരിച്ച സ്ഥലം, ഏതെങ്കിലും ഒരു സ്ഥലം തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്ഥലം മാത്രമേ തന്നിട്ടുള്ളൂ. തമിഴ്നാട്, കേരള അങ്ങനെയൊക്കെ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്തെഴുതും, ഇൻ കേരള, ഇൻ തമിഴ്നാട് എന്നെഴുതും. ഒരു സ്ഥലം മാത്രം തന്നിട്ടുള്ളെങ്കിൽ. 2-3 സ്ഥലങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ചെറിയ സ്ഥലത്തിന് മുൻപായിട്ട് അറ്റും വലിയ സ്ഥലത്തിന് മുൻപായിട്ട് ഇന്നും ആഡ് ചെയ്യാം. ക്ലിയർ ആയല്ലോ. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ നമ്മൾ തൃശ്ശൂർ ചെറുതാണ്, അപ്പോൾ തൃശ്ശൂരിന് മുൻപ് അറ്റ്, കേരളമാണ് അവിടെ വലുത്, അപ്പോൾ കേരളത്തിന് മുമ്പ് ഇന്ന്. ക്ലിയർ ആയില്ലേ. ഇനി എഡ്യൂക്കേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീ കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം ഇന്ന കോളേജിൽ നിന്നാണ് അതവിടെ തന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ വർക്ക്സ്, ആൾ ചെയ്ത വർക്ക്സ് എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയും പോയത്തിൻ്റെ പേരുകൾ, ലിറ്ററേച്ചറിൻ്റെ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹിസ് ഫേമസ് വർക്ക്സ് ആർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൃതികളുടെ പേരൊക്കെ എഴുതുക, ബുക്സിൻ്റെ പേരൊക്കെ എഴുതുക. ഇനി അവാർഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ എഴുതണം, അവാർഡ്സ് നമുക്ക് കിട്ടണതാണ്. അപ്പോൾ നമ്മളെങ്ങനെ എഴുതുക, ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ലൈക്ക്, അല്ലെങ്കിൽ ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ഇൻക്ലൂഡിങ് എന്ന് പറഞ്ഞിട്ട് എല്ലാതും എഴുതുക. അവസാനം ഡെത്ത് തന്നിട്ടുണ്ടാവും. ഓക്കെ, ഡെത്ത് മീൻസ് ആൾ ഡൈ ചെയ്ത ആ ഒരു ടൈം. അപ്പോൾ അതും നമുക്ക് ഇതുപോലെ തന്നെ ഡൈഡ് എന്നാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, പാസ്റ്റ് ടെൻസ് ആണ്. പിന്നെ ഇയർ മാത്രം തന്നിട്ടുണ്ടെങ്കിൽ ഇൻ യൂസ് ചെയ്യുക. അതുപോലെ ഡേറ്റ്, മന്ത്, ഇയർ തന്നിട്ടുണ്ടെങ്കിൽ ഓൺ യൂസ് ചെയ്യുക. ഓക്കെ, ഇതൊരു നോർമൽ ഫോമാറ്റാണ്. പല സ്കൂളുകളിലും പല ടീച്ചേഴ്സും പല രീതിയിൽ പഠിപ്പിക്കാറുണ്ട്. ഇത് ഒരു നോർമൽ ഫോമാറ്റാണ്. എല്ലാതും ശരി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോമാറ്റ് അവർ പറയുന്ന ആ ഫോമാറ്റ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ കമല സുരയ്യനെ പറ്റിയിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് എക്സാമ്പിളായിട്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് സ്വന്തമായ രീതിയിൽ ആ പ്രൊഫൈൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതിനാണ് ഞാൻ ഇങ്ങനൊരു എക്സാമ്പിളും കൂടി തരുന്നത്. കമല സുരയ്യ വാസ് ആൻ എന്തുകൊണ്ടാണ് വന്നത്, ഇന്ത്യൻ, ഐയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വവൽസിന് മുമ്പ് നമ്മൾ ആൻ യൂസ് ചെയ്യും. ആൻ ഇന്ത്യൻ പോയറ്റ്. ഷീ വാസ് ബോൺ, കണ്ട, ഷീ വാസ് ബോൺ ഓൺ, കണ്ട, ഇന്നല്ല ഓൺ. കാരണം എന്താ, 31 മാർച്ച് 1934 മാത്രമാണെങ്കിൽ നമ്മൾ ഇൻ 1934 എന്ന് കൊടുക്കും. ഇനി 3 സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ തൃശ്ശൂർ, പുന്നയൂർക്കുളം. അപ്പോൾ ഏറ്റവും ചെറുത് പുന്നയൂർക്കുളം. അപ്പോൾ അറ്റ് പുന്നയൂർക്കുളം, തൃശ്ശൂർ, ഇൻ കേരള. പുന്നയൂർക്കുളം കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ട് കൊടുക്കുക, രണ്ടും രണ്ടാന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. വലിയ സ്ഥലം കേരളം, കേരളത്തിന് മുമ്പ് നമ്മൾ ഇൻ കൊടുത്തു. ഷി വാസ് എ പോയറ്റ്, നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. ഷി വാസ് എ പോയറ്റ് കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ട് കൊടുക്കുക കേട്ടോ. പോയറ്റാണ്, നോവലിസ്റ്റാണ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. അപ്പോൾ വാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് കേട്ടോ. ഹർ ഫേമസ് വർക്ക്സ് ആർ മൈ സ്റ്റോറി. ഇനി എന്തൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള വർക്ക്, മൈ സ്റ്റോറി ഉണ്ട്, പത്മാവതി ഉണ്ട്, ദ ഹാർലറ്റ് ഉണ്ട്, സമ്മർ ഇൻ കൊൽക്കട്ട ആൻഡ് ദ ഡിസൻസ് എക്സിട്ര. ഇനി മരിച്ചത് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മന്തും ഇയറും ഡേറ്റൊക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഷി ഡൈഡ് ഓൺ 31 മെയ് 2009 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റായി തന്നെ ഫുൾ മാർക്ക് കിട്ടും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹെഡിങ് കൊടുക്കാൻ മറക്കരുത്, അതിന് നിങ്ങൾക്ക് മാർക്ക് ഉണ്ട് കേട്ടോ. എന്താണോ ആ ഒരു പ്രൊഫൈൽ ആരുടെയാണോ എഴുതുന്നത് അതാണ് നമ്മുടെ ഹെഡിങ്, ഒരു ബോക്സിലാക്കിയിട്ട് എഴുതുക. നെക്സ്റ്റ് 16 to 17 2 ക്വസ്റ്റ്യനുകൾ ഒരെണ്ണം അറ്റൻഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ 5 മാർക്ക് വീതം. ഞാൻ 2 ആൻസേഴ്സ് കൊടുക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് കുറേ വരുന്നുണ്ട് കേട്ടോ ഓരോ ആനുവൽ എക്സാമിനും. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. നോക്കാം.
The disguised Portia saved the life of Antonia from the hands of Shylock in the story, The Merchant of Venice. After the trial in the court of the Duke, Antonia met Shylock. Construct a possible dialogue between them. അപ്പോൾ ഈ ഷൈലോക്ക് എന്ന് പറഞ്ഞത് കടം കൊടുക്കുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ ആ കടം കൊടുക്കുന്ന ആൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ക്യാഷ് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സമയമാകുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു കരാറ്, ഒരു എഗ്രിമെൻ്റ് എഴുതി ഒപ്പിടുന്നുണ്ട്. എന്താണ്, അവൻ ചോദിക്കുന്ന എന്തും അവന് കറക്റ്റായിട്ട് ക്യാഷ് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ആൻറ്റോണിയോട് ചോദിക്കണം എന്തും അവൻ തരണം എന്ന് പറഞ്ഞിട്ട്. അവസാനം ഷൈലോക്ക് ചോദിക്കുന്നുണ്ട് എന്താ, മാംസമാണ് ശരീരത്തിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ, അപ്പോൾ ആ ഒരു കോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ആ കോർട്ടിൽ നിന്ന് ആൻറ്റോണിയുടെ ഭാഗം ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആര് വരികയാണ്, നമ്മുടെ ബെസോണിയയുടെ ആരായിട്ടാണ് വരുന്നത്, ആളുടെ വുഡ് ബി വരികയാണ്. പോർഷിയൊക്കെ വരുന്നുണ്ട്. വന്നിട്ട് അവനെ കൊണ്ടുപോകുന്നുണ്ട്, ജയിപ്പിച്ചിട്ട് ആ ഒരു കോർട്ടിലെ കേസ് ജയിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷൈലോക്കും ആൻറ്റോണിയും ഒന്ന് കാണുക. അപ്പോൾ എന്തായിരിക്കും സംസാരം? അപ്പോൾ ആൻറ്റോണിയ, താങ്ക് യു ഫോർ സ്പെയറിങ് മൈ ലൈഫ് ഷൈലോക്ക്, ഐ എം ഗ്രേറ്റ്ഫുൾ ടു യു. എന്തിനാണ് എൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയതിന് നന്ദി. ഐ എം ഗ്രേറ്റ്ഫുൾ, എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയാം. ഷൈലോക്ക്, ഡോണ്ട് താങ്ക് മീ, എന്നോട് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല ആൻറ്റോണിയ. ദ ലോ ഹാസ് ബീൻ സാറ്റിസ്ഫൈഡ്, യു ആർ ഫ്രീ ടു ഗോ. ലോ എന്ത് ചെയ്തു, ലോ കറക്റ്റായിട്ട് ചെയ്തു, അത് സംതൃപ്തിയായി. ആ ലോക്ക് എന്ത്, നിയമത്തിന് സംതൃപ്തിയായി, ഇനി നിനക്ക് ഫ്രീ ആയിട്ട് പോവാം. അപ്പോൾ ആൻറ്റോണിയ പറയാണ്, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ലോസ്റ്റ് എവറിത്തിങ് ഇൻ ദിസ് ട്രയൽ, യുവർ മണി, യുവർ ഡോട്ടർ, യുവർ ഡിഗ്നിറ്റി. എനിക്ക് മനസ്സിലായി, നിനക്ക് എല്ലാതും നഷ്ടപ്പെട്ടു, ഈ ഒരു എന്താ പറയുക, ലോലെ എല്ലാം നഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. ഷൈലോക്ക് പറയണം അപ്പോൾ യെസ്, ഐ ഹാവ് നത്തിങ് ലെഫ്റ്റ് ബട്ട് ഐ സ്റ്റിൽ ഹാവ് മൈ ബോണ്ട്. അപ്പോൾ ഷൈലോക്ക് പറയണം, ശരി, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, പക്ഷേ എനിക്കിപ്പോഴും നീ ആയിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ടല്ലോ എന്ന് പറയാം. അപ്പോൾ ആൻറ്റോണിയോ പറയണത്, ദ ബോണ്ട് ഈസ് നോ ലോങ്ങർ വാലിഡ്. ഇവിടെ ബോണ്ട് എന്ന് പറയുന്നത് അവർ തമ്മിൽ ഉറപ്പിച്ച ഒരു കരാറാണ് കേട്ടോ. അപ്പോൾ ആൻറ്റോണിയോ പറയണത്, ദ ബോണ്ട് ഈസ് നോ ലോങ്ങർ വാലിഡ്, അതിനി വാലിഡ് ഒന്നല്ല, അതിന് ഇനി പ്രത്യേകിച്ച് ഔചിത്യമൊന്നും ഇവിടെ ഇല്ല. യു ട്രൈ ടു ടേക്ക് എ പൗണ്ട് ഓഫ് ഫ്ലഷ് ഫ്രം മീ വിച്ച് ഈസ് അഗെയിൻസ്റ്റ് ദ ലോ. നീ പറഞ്ഞത് എൻ്റെ ശരീരത്തിന് ഒരു പൗണ്ട് ഫ്ലഷ്, മാംസം വേണമെന്നാണ് പറഞ്ഞത്, അത് നിയമത്തിനെതിരാണ്. അപ്പോൾ ഷൈലോക്ക് പറയുന്നത്, ലോ ഈസ് ആൻ ആസ് എന്ന് പറഞ്ഞാൽ പൊട്ട രീതിയിൽ നമ്മൾ ആ നിയമത്തിന് പറയുകയാണ് കേട്ടോ. ഓരോ ഭാഷയിൽ ഒരു കാര്യമില്ല, ഒരു ഉപകാരമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. യു ക്രിസ്ത്യൻസ് പ്രീച്ച് മേഴ്സി ബട്ട് യു ഷോ നൺ ടു മീ ആൻറ്റോണിയ. മേഴ്സി ഈസ് നോട്ട് സംതിങ് ദാറ്റ് ക്യാൻ ബി ഡിമാൻഡഡ് ഷൈലോക്ക്. അപ്പോൾ പറയണത്, നീ എല്ലാവരുടെ അടുത്തും മേഴ്സി എന്ന് പറഞ്ഞാൽ എന്താ, കാരുണ്യം, നീ എല്ലാവരുടെ അടുത്തും കാരുണ്യം കാണിക്കുന്ന ആളാണെന്നാണ് പറയുന്നത്. എന്നിട്ട് നീ എൻ്റെ അടുത്ത് എന്താ കാണിച്ചത്, നീ എൻ്റെ അടുത്ത് ഒന്നും കാണിച്ചില്ല എന്ന് പറയുക. അപ്പോൾ ആൻറ്റോണിയോ പറയാണ്, മേഴ്സി ഈസ് നോട്ട് സംതിങ് ദാറ്റ് ക്യാൻ ബി ഡിമാൻഡഡ് ഷൈലോക്ക്. ഒരാൾ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ കൊടുക്കുന്നതല്ല കാരുണ്യം, കരുണ, ഹെൽപ്പ് എന്നൊന്നും പറയുന്നത്. ഇറ്റ് ഈസ് ഫ്രീലി ഗിവൻ. അത് അവർക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ കൊടുക്കണ്ട, ഒരാൾ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഷൈലോക്ക് പറയാം, ഐ ഹാവ് ബീൻ റോങ്ഡ് ആൻറ്റോണിയ, ഐ വിൽ നെവർ ഫോർഗെറ്റ് ഇറ്റ്. ആൻറ്റോണിയ, ഐ ബിയർ യു നോ ഇൽ വിൽ. Shylock, let us part in peace. Shylock, farewell Antonia, we shall not meet again. അപ്പോൾ ഷൈലോക്ക് പറയാണ്, ഐ ഹാവ് ബീൻ റോങ്ഡ് ആൻറ്റോണിയ എന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ നമ്മൾ പറയില്ല പിഴച്ചു പോയി, അങ്ങനെയൊക്കെ പറയണ പോലെ. അപ്പം ഞാനിതൊരിക്കലും മറക്കില്ല. കാരണം എന്താ, ഷൈലോക്കിനെ അദ്ദേഹത്തിൻ്റെ സ്വത്തെല്ലാം നഷ്ടപ്പെട്ടു. കാരണം കോടതി പറഞ്ഞു അവനോട് പിഴ ഈടാക്കാൻ. കാരണം ഒരാളുടെ ശരീരമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്, ഇത്ര മാംസം വേണമെന്ന്. എന്തിന്, പകരമായിട്ട് കൊടുത്ത ക്യാഷ് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ മാംസം പകരമായിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അത്രയും നീചകൃത്യമായിട്ട് ആ ഒരു നിയമത്തിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പറയാണ്, എനിക്ക് ഇവിടെ പിഴച്ചു പോയി. അപ്പോൾ ആൻറ്റോണിയോ പറയാണ് എന്താ, ഐ ബിയർ യു നോ ഇൽ വിൽ ഷൈലോക്ക്, ലെറ്റ് us part in peace. ഇനി നമുക്ക് സമാധാനത്തോടെ പോവാം, ഈ കാര്യങ്ങളൊക്കെ നീ വിട്ടുകളാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷൈലോക്ക് പറയുന്നത് എന്താ, ഫെയർവെൽ ആൻറ്റോണിയ, വി ഷാൽ നോട്ട് മീറ്റ് അഗെയിൻ. ഇനി നമ്മൾ കാണില്ല. അപ്പോൾ എന്നേക്കുമായിട്ടൊരു വിട പറഞ്ഞിട്ട് ഷൈലോക്ക് അവിടെ നിന്ന് പോവാണ്. കാരണം എന്താ, നാണക്കേട് കൊണ്ടാണ്. ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു മാംസം, ക്യാഷും കിട്ടിയില്ല, ആളുടെ ശരീരത്തിൽ നിന്ന് മാംസവും കിട്ടില്ല. ഇതാണ് അവസ്ഥ. ഓക്കെ, നെക്സ്റ്റ് 17th ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. കഴിഞ്ഞ ഇയറിലും ഇത് ആനുവൽ എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് എ പാരഗ്രാഫ് ഡിസ്ക്രൈബിംഗ് ദ ഇൻസിഡൻറ്റ് വിച്ച് ലെഡ് ടു ദ അറസ്റ്റ് ഓഫ് റോസ പാർക്ക്. റോസ പാർക്കിൻ്റെ അറസ്റ്റ് ഉണ്ടായിരുന്നു, അതിനെപ്പറ്റി നമ്മളൊരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ ചാപ്റ്റർ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിലെ കാര്യങ്ങൾ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ, എന്താണ് റോസ പാർക്കിന് സംഭവിച്ചതെന്ന്. അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയുള്ള പാസ്റ്റ് ടെൻസിൽ വേണം എഴുതാൻ, കാരണം കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വൺ ഡേ റോസ പാർക്ക് വാസ് റിട്ടേണിംഗ് ടു ഹെർ ഹോം ആഫ്റ്റർ ജോബ്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് റോസ പാർക്ക് പോകുമായിരുന്നു. ആഫ്റ്റർ എൻറ്ററിങ് ഇൻ ടു ബസ് ഷീ സാറ്റ് ഓൺ എ സീറ്റ് ബിക്കോസ് ഓഫ് ഹെർ ടയേർഡ്നെസ്. ഭയങ്കര ടയേർഡായിരുന്നു, ഭയങ്കര വീക്കായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ബസ്സിൽ കയറിയപ്പോൾ തന്നെ ഒരു സീറ്റിലിരുന്നു. ബട്ട് ദർ എക്സിസ്റ്റ് എ ലോ ദാറ്റ് ബ്ലാക്ക് പാസഞ്ചേഴ്സ് വാണ്ട് ടു ഗിവ് ദ സീറ്റ് ഫോർ വൈറ്റ് പാസഞ്ചേഴ്സ് എൻറ്റേഴ്സ്. വൈറ്റ് പാസഞ്ചേഴ്സ് ബസ്സിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് പാസഞ്ചേഴ്സ്, കറുത്ത വർഗ്ഗക്കാരെ എഴുന്നേറ്റ് നിൽക്കണമെന്നൊരു നിയമം ഉണ്ടായിരുന്നു.
ബട്ട് ദാറ്റ് ഡേ വെൻ വൈറ്റ് പാസഞ്ചർ എൻറ്റേർഡ് ഇൻ ടു ദ ബസ് റോസ സാറ്റ് സ്റ്റിൽ. അപ്പോൾ അന്നത്തെ ദിവസം അവിടെ വൈറ്റ് പാസഞ്ചേഴ്സ് കയറി വന്നപ്പോഴും റോസ എണീക്കാൻ പോയില്ല. ഡ്രൈവർ ആൻഡ് വൈറ്റ് പാസഞ്ചേഴ്സ് വാൺ ഹെർ ബട്ട് ഷീ റെഫ്യൂസ് ദെയർ വേർഡ്സ്. ഡ്രൈവറും ബാക്കി പാസഞ്ചേഴ്സും ഒക്കെ അവളെ എന്ത് കൊടുത്തു, വാർണിംഗ് കൊടുത്തു. ഓക്കെ, ഒരു മുൻകരുതലൊക്കെ കൊടുത്തു, ഓരോന്ന് പറഞ്ഞിട്ട്, കാരണം പോലീസിനെ വിളിക്കുക അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഷീ റെഫ്യൂസ്ഡ്. അവൾ എന്ത് ചെയ്തു, അതൊന്നും അവൾ കാര്യമാക്കിയില്ല. അവളതൊക്കെ വേണ്ടെന്ന് വെച്ചു. ഡ്രൈവർ ടോൾഡ് ഹെർ ദാറ്റ് ദ സീറ്റ്സ് വർ റിസർവ്ഡ് ഫോർ വൈറ്റ് പാസഞ്ചേഴ്സ്. ഡ്രൈവർ പറഞ്ഞു ഇതൊക്കെ വെളുത്ത വർഗ്ഗക്കാർക്ക് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സീറ്റുകളാണെന്ന് പറഞ്ഞു. ഓൾറെഡി അത് റിസർവ്ഡ് ആണ്. ബട്ട് സ്റ്റിൽ ഷീ സാറ്റ് ദർ. പക്ഷെ ഇതൊന്നും കേൾക്കാണ്ട് റോസ പാർക്ക് അവിടെ തന്നെ ഇരുന്നു. ഡ്രൈവർ ഇൻഫോംഡ് പോലീസ് ആൻഡ് പോലീസ് അറസ്റ്റ് ഹെർ ഫ്രം ദിസ് ബസ്. ഡ്രൈവർ എന്ത് ചെയ്തു, പോലീസിനെ ഇൻഫോം ചെയ്തു. പോലീസ് വന്നിട്ട് അവളെ ഈ ബസ്സിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. കാരണം ഇത് നിയമം ഉണ്ടായിരുന്നു അന്ന്. അങ്ങനെ വൈറ്റ് പാസഞ്ചേഴ്സ് ഇരിക്കുക, ബ്ലാക്ക് പാസഞ്ചേഴ്സ് നിൽക്കുക എന്നുള്ളൊരു നിയമം. ആ നിയമത്തിനെതിരായോണ്ടാണ് പോലീസ് വന്നിട്ട് കൊണ്ടുപോയത്. This provoked the black and they begin the boycott and started using taxes instead. ഇത് പ്രൊവോക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്താ, വെല്ലുവിളിക്കുക അല്ലെങ്കിൽ പ്രകോപിക്കുക, ദേഷ്യം പിടിപ്പിക്കുക എന്നൊക്കെ നമ്മൾ പറയും. ദിസ് പ്രൊവോക്ക് ദ ബ്ലാക്ക് ആൻഡ് they begin the boycott. ബോയ്ക്കോട്ട് എന്ന് വെച്ചാൽ സമരം നടത്തിയവർ. ആൻഡ് സ്റ്റാർട്ടഡ് യൂസിങ് ടാക്സീസ് ഇൻസ്റ്റഡ്. ടാക്സീസ്, ടാക്സസ് അല്ല, TAXIES എന്ന് എഴുതാം കേട്ടോ. ടാക്സീസ് യൂസ് ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ ബസ്സിലല്ലേ പോയിരുന്നത്, ബസ്സിലൊന്നും കയറിയില്ല അവർ. ഒരു സമരം എന്നുള്ള രീതിയിൽ അവരെല്ലാവരും കൂടി ടാക്സി വിളിച്ചിട്ട് അവർ യാത്ര ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ കമ്പനീസിലേക്ക് വർക്കിന് പോവുകയാണെങ്കിലും എങ്ങോട്ടേലും പോവുകയാണെങ്കിലും അവർ ബസ് യൂസ് ചെയ്തേ ഇല്ല. ബസ് കമ്പനീസ് റിപ്പോർട്ടഡ് ദാറ്റ് ദേ ഗോട്ട് എ ഹ്യൂജ് ഗ്രേറ്റ് ലോസ് വിത്തിൻ വൺ ഡേ. ഒരു ദിവസം കൊണ്ട് തന്നെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള നഷ്ടം ഉണ്ടായെന്ന് അവർക്ക് ബസ് കമ്പനീസ് റിപ്പോർട്ട് ചെയ്തു. കാരണം ഏറ്റവും കൂടുതൽ കറുത്ത വർഗ്ഗക്കാരാണ് പോണത്. അവരെ ഇരുത്തിപ്പിക്കണം കൂടിയില്ല അവർ. ഓക്കെ, ഇഫ് ദിസ് കണ്ടിന്യൂ മോസ്റ്റ് ഓഫ് ദ ബസ് കമ്പനീസ് ആർ ഗോയിങ് ടു ക്ലോസ്. ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ബസ് കമ്പനീസും ഇവിടെ നിൽക്കും, എന്ന് വെച്ചാൽ അത് നിർത്തി വെക്കേണ്ടി വരും എന്ന് പറയാം. Negroes informed that they will put an end to the boycott only if Rosa Parks released with appropriate justice from court. അവിടെ നമ്മുടെ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ, നിയമത്തിന് തുല്യമായിട്ടുള്ള ഒരു നീതി കൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ റോസ പാർക്കിനെ വിട്ടയച്ചാൽ മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ സമരം അവസാനിപ്പിക്കൂ എന്ന് അവർ അറിയിച്ചു. ആരെയും നമ്മുടെ നീഗ്രോസ് അറിയിച്ചു. ഓക്കെ, ഇതാണ് അപ്പോൾ അറസ്റ്റ് ഉണ്ടാവാനുള്ള കാരണം കേട്ടോ. ഇനി ഫൈനലി നമുക്കിത് ചാപ്റ്റർ മൊത്തം പറയേണ്ട ആവശ്യമില്ല, കാരണം എന്താണ് അറസ്റ്റിലേക്ക് നയിച്ച കാര്യം അത് മാത്രമേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 80-20. ആൻസർ ഇൻ 2 ഓഫ് ദ ഫോളോയിങ്. 80-20, 18 and 20. 3 ക്വസ്റ്റ്യൻ ഉണ്ട്, 2 അറ്റൻഡ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് എല്ലാത്തിൻ്റെ ആൻസേഴ്സ് നോക്കാം. അപ്പോൾ ദ ബോയ് ഇൻ ദ സ്റ്റോറി ദ നൈറ്റിംഗേൾ ആൻഡ് ദ റോസ് വാസ് വെരി സാഡ് വെൻ he was rejected beloved. He decided to write a letter to one of his intimate friend, draft the likely letter. ഇതും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു ലെറ്റർ ചെയ്ത് നൈറ്റിംഗേൾ ആൻഡ് ദ റോസിലെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. റെഡ് റോസ് കൊണ്ടുപോയി പ്രപ്പോസ് ചെയ്യുന്നുണ്ട് അവളെ. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പൂവ് അവൾക്ക് ഇതിനേക്കാൾ വലുതാണ് വേറെ ഒരാൾ കൊടുത്ത ഡയമണ്ടും കാര്യങ്ങളൊക്കെ പേളൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അവളിത് ഉപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഫീലിങ്സ് എന്താണ്, ആ ഫീലിങ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ലെറ്റർ എഴുതുമ്പോൾ നമുക്കറിയാം ബോക്സിൽ എഴുതണം, പ്ലേസ് ഡേറ്റ് കൊടുക്കണം, പിന്നെ നമ്മൾ ആർക്കാണോ എഴുതുന്നത് അവിടെ നമ്മൾ വലിയ വ്യക്തികളാണെങ്കിൽ റെസ്പെക്റ്റഡ് കൊടുക്കുക. നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, കസിൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡിയർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഡിയർ എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക. ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ്സ് യു വെൽ. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യണേക്കാൾ മുമ്പ് നമുക്ക് എങ്ങനെ കൊടുക്കാം, ഹോപ്പ് യു ആർ ഫൈൻ, ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഫൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ലെറ്റർ എഴുതുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ലെറ്റർ, കൺവെർസേഷൻ, പ്രൊഫൈല്, നോട്ടീസ്, അതുപോലെ ഡയറി, ഇതൊക്കെ എങ്ങനെ എഴുതാമെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു നോർമൽ മോഡൽ ഇതൊന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു വീഡിയോ നോക്കി ഒരു ഫോർമാറ്റ് പഠിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ എന്തും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ്സ് യു വെൽ. ഇത് നിങ്ങളെ നീ ഈ ഒരു കത്ത് കണ്ടെത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ എം റൈറ്റിംഗ് ടു യു ടുഡേ ബിക്കോസ് ഐ ഫൈൻഡ് മൈസെൽഫ് ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഇന്ന് ഞാൻ ഈ കത്ത് എഴുതുന്നത് ഞാൻ ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ്. ആൻഡ് ഐ നീഡ് സം വൺ ടു ടോക്ക് ടു. ഇത് ആരോടെയും എനിക്ക് പറയണം. ആസ് യു നോ, നിനക്കറിയാലോ, ഐ ഹാവ് ബീൻ ലവ് വിത്ത് പ്രൊഫസേഴ്സ് ഡോട്ടർ ഫോർ എ ലോങ് ടൈം. കുറച്ച് കാലമായിട്ട് ഞാൻ എൻ്റെ പ്രൊഫസറിൻ്റെ ഡോട്ടറായിട്ട്, മകളായിട്ട് ഞാൻ സ്നേഹത്തിലാണെന്ന് എനിക്കറിയാലോ. ഐ തോട്ട് ദാറ്റ് ഷീ ഫെൽ ദ സെയിം വേ അബൌട്ട് മീ. ഞാൻ വിചാരിച്ചത് എനിക്കും അവൾക്ക് എന്നോടും ആ ഒരു ഫീലിങ്സ് തന്നെ ഉണ്ടാവുന്ന. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി, പക്ഷേ ഭാഗ്യവശാൽ എന്ന് നമ്മൾ പറയില്ലേ, എന്താ പറയുക, ഭാഗ്യമില്ല എന്ന് പറയില്ലേ, അതുപോലെ ഷീ റിജക്റ്റഡ് മീ ലാസ്റ്റ് നൈറ്റിലെ അവൾ എന്നെ വേണ്ടെന്ന് വെച്ചു. ഐ ക്യാനോട്ട് എക്സ്പ്രസ് ഹൗ ഡിവാസ്റ്റേറ്റഡ് ഐ ഫീൽ റൈറ്റ് നൗ. അല്ലെങ്കിൽ ഡിവാസ്റ്റേറ്റഡ് എന്ന് എഴുതാൻ പറ്റിയെങ്കിൽ ഡിസ്റ്റർബ്ഡ് എന്ന് എഴുതാം. ഇത് എത്രത്തോളം ഡിസ്റ്റർബ്ഡ് ആണെന്ന് എനിക്ക് അറിയുന്നില്ല ഇപ്പോൾ. ഐ ഹാഡ് ഹോപ്ഡ് ദാറ്റ് വി വുഡ് സ്പെൻഡ് അവർ ലിവ്സ് ടുഗദർ. ഞാൻ പ്രതീക്ഷിച്ചത് ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്നാണ്. ബട്ട് നൗ ഇറ്റ് സീംസ് ദാറ്റ് ദിസ് ഡ്രീം വിൽ നെവർ കം ട്രൂ. പക്ഷെ ഇപ്പോൾ മനസ്സിലായി ആ സ്വപ്നം ഒരിക്കലും യാഥാർത്ഥ്യമാവില്ല.
ഐ ഫീൽ ലോസ്റ്റ് ആൻഡ് അലോൺ. എനിക്ക് ലോസ്റ്റ് ആയിട്ട് എനിക്കെല്ലാം നഷ്ടപ്പെട്ട പോലെ തോന്നുകയാണ്. ആൻഡ് ഐ ഡിഡൻറ്റ് നോ വാട്ട് ടു ഡു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഐ നോ ദാറ്റ് ഐ വിൽ ഇവൻച്വലി ഗെറ്റ് ഓവർ ദിസ് ഹെർട്ട് ബ്രേക്ക് ബട്ട് റൈറ്റ് നൗ ഇറ്റ് ഫീൽ ലൈക്ക് ദ പെയിൻ വിൽ നെവർ ഗോ എവേ. എനിക്കറിയാം ഇതൊന്ന് ഞാൻ ഒരുപാട് മാറ്റങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത് മാറുമെന്നറിയാം, പക്ഷേ ഇപ്പം എനിക്ക് നല്ല പെയിൻ ഫീൽ ചെയ്യാം. ഐ എം ഗ്രേറ്റ്ഫുൾ ടു ഹാവ് യു ആസ് എ ഫ്രണ്ട്. നിന്നെ ഒരു ഫ്രണ്ടായി കിട്ടിയതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് യു ക്യാൻ ഓഫർ മീ സം കംഫർട്ട് ഡ്യൂറിങ് ദിസ് ഡിഫിക്കൽട്ട് ടൈം. ഈ ഒരു ഡിഫിക്കൽട്ടായിട്ട് ഈ ഒരു ബുദ്ധിമുട്ടുള്ള ഘട്ടത്തിൽ എനിക്കൊരു കംഫർട്ടബിളിനെ നീ ഉണ്ടാവും എന്ന് എനിക്കറിയാം. താങ്ക് യു ഫോർ ലിസണിങ് ടു മീ ആൻഡ് ഫോർ ബീയിങ് ദർ ഫോർ മീ. എൻ്റെ ഈ വാക്കുകൾ കേട്ടതിനും എൻ്റെ ഒപ്പം നിന്നതിനും നന്ദി. യു ആർ ലവിങ്ലി. പിന്നെ ആ കുട്ടിയുടെ പേര് എന്താണോ അത് എഴുതുക. നെക്സ്റ്റ് ഈ നോട്ടീസിൻ്റെ ഒരു പ്രിപ്പറേഷൻ ആണ്. The English club of your school has decided to stage the story The Merchant of Venice. Being the secretary of the club, you are asked to prepare a notice to invite all to watch it. Draft the notice. നോട്ടീസ് നമുക്ക് പലതരത്തിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് വൺ ഓഫ് ദ മെത്തേഡ് കേട്ടോ. എങ്ങനെയാണ് നോട്ടീസ് എഴുതേണ്ടതെന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്കാം. അതുപോലെ നോർമലായിട്ട് എന്ത് നോട്ടീസ് വന്നാലും എങ്ങനെ എഴുതേണ്ടതെന്നുള്ളത് നമുക്ക് കാണിക്കാം. ഓക്കെ, പല പല ഫോമാറ്റിൽ എഴുതാൻ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇവിടെ മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മളൊരു ഡ്രാമ അല്ലെങ്കിൽ ഒരു സ്കിറ്റായിട്ട് നമ്മൾ അവതരിപ്പിക്കുകയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റോറി കാണിക്കുമ്പോൾ അതിനെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ നോട്ടീസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ബോക്സിൽ ആദ്യം നോട്ടീസ് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കുക, പിന്നെ ഏതെങ്കിലും ഒരു സ്കൂൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ ജസ്റ്റ് AVHS പൊന്നാനി എന്ന് പറഞ്ഞിട്ട് വെറുതെ കൊടുത്തിട്ടുണ്ട്. സ്റ്റേജ് ദ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് അതാണ് നമ്മുടെ ഒരു ടോപ്പിക്. അപ്പോൾ നമ്മൾ അത് ആദ്യം കൊടുത്തു, സ്റ്റേജ് ദ സ്റ്റോറി ദ മെർച്ചൻ്റ് ഓഫ് വെനീസ്. ഇനി ഡിയേഴ്സ്, യു ആർ ഇൻവൈറ്റഡ് ടു വാച്ച് ദ ഇംഗ്ലീഷ് ക്ലബ് പെർഫോമൻസ്. അപ്പോൾ നമുക്ക് ഡിയേഴ്സ് കൊടുക്കാം. നമ്മൾ വലിയ വലിയ ആൾക്കാർക്കാണ് ഈ ഒരു നോട്ടീസ് അയക്കുന്നതെന്ന് വെച്ചാൽ റെസ്പെക്റ്റഡ് കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാണ് ടു വാച്ച് ദ ഇംഗ്ലീഷ് ക്ലബ് പെർഫോമൻസ് ഓഫ് ദ മെർച്ചൻ്റ് ഓഫ് വെനീസ്. അപ്പോൾ ഇംഗ്ലീഷ് ക്ലബിൻ്റെ പെർഫോമൻസ് ആയ ദ മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റോറി ഞങ്ങൾ പെർഫോം ചെയ്യാൻ പോവുക. അതിന് നിങ്ങളെല്ലാവരും ഞങ്ങൾ ഇനോഗ്രേറ്റ് ചെയ്യല്ല, ഇൻവൈറ്റ് ചെയ്യുക അറ്റ് ദ സ്കൂൾ ഓഡിറ്റോറിയം. എവിടെയാണ്? സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഓൺ 22/3/2023 at 1:30 PM. ടൈമൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തിട്ടൊക്കെ കൊടുക്കാം കേട്ടോ, അത് പ്രശ്നമൊന്നുമില്ല. ദ പ്ലേ ഈസ് എ ക്ലാസിക്. പിന്നെ ആ ഒരു പ്ലേനെ പറ്റി 2 ലൈൻ എഴുതുക. ദ പ്ലേ ഈസ് എ ക്ലാസിക് ഷേക്സ്പീരിയൻ ടെയിൽ എക്സ്പ്ലോറിംഗ് തീംസ് ഓഫ് ലവ്, ജസ്റ്റിസ് ആൻഡ് പ്രിജുഡിയസ്, ഫീച്ചറിങ് ടാലൻറ്റഡ് ആക്ടേഴ്സ് ഫ്രം അവർ സ്കൂൾ. നമ്മുടെ സ്കൂളിൽ നിന്നുള്ള പല ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സും ഇതിൽ ഫീച്ചറിങ് എന്ന് പറഞ്ഞാൽ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഇനി അഡ്മിഷൻ ഈസ് ഫ്രീ ആൻഡ് സീറ്റിംഗ് ഈസ് ഓൺ എ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ബേസിസ്. അപ്പോൾ നമ്മൾ പറയില്ലേ, ആദ്യം വന്ന ആൾക്കാർക്ക് ആദ്യം വന്നിരിക്കാം, അതല്ലാതെ സീറ്റ് ഒരാൾക്ക് നമ്മൾ ബുക്ക് ചെയ്യില്ല, റിസർവേഷൻ ഒന്നുമില്ല, അഡ്മിഷനെ ക്യാഷും ഇല്ല. ഡോണ്ട് മിസ് ഔട്ട് ഓൺ ദിസ് എക്സൈറ്റിംഗ് പ്രൊഡക്ഷൻ. ഈ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നിങ്ങൾ മിസ് ചെയ്യരുത്. സിൻസിയർലി സെക്രട്ടറി, പിന്നെ ഡേറ്റ് എഴുതുക. ഇതിന് താഴെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതൊരു പ്ലേ ആണ്, ശരിയാണ്. അപ്പോൾ അതിൽ ആരൊക്കെയാണ് ആക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. പിന്നെ ടൈമും ഡേറ്റും ഇതുപോലെ തന്നെ കൊടുക്കണമെന്നില്ല, ബോക്സിലൊക്കെ ആയിട്ട് ഓരോ സർക്കിളിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഇനി ജസ്റ്റ് നോർമലായിട്ടൊരു നോട്ടീസ് വന്നു കഴിഞ്ഞാൽ, ഏത് നോട്ടീസും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് ഒരു ഫോർമാറ്റ് കാണിക്കുക കേട്ടോ. ഒരു ബോക്സിനുള്ളിൽ ഹെഡിങ് എഴുതുക, അതിന് താഴെയായിട്ട് നോട്ടീസിന് എഴുതുക, അല്ലെങ്കിൽ നോട്ടീസിന് ആദ്യം എഴുതിയിട്ട് ഹെഡിങ് കൊടുക്കുക, പിന്നെ ഡേറ്റ് കൊടുക്കുക, ഡിയർ ഓർ റെസ്പെക്റ്റഡ് എന്ന് കൊടുക്കുക. വി ഡിസൈഡഡ് ടു സെലിബ്രേറ്റ്. ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾ എന്ത് നോട്ടീസ് വന്നാലും സ്റ്റാർട്ടിങ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, വി ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് അല്ലെങ്കിൽ ടു കണ്ടക്ട് അവർ ആനുവൽ ഡേ സെലിബ്രേഷൻ. ഇവിടെ ആനുവൽ ഡേ വേണ്ട, നിങ്ങളുടെ ഇംഗ്ലീഷ് ക്ലബിൻ്റെ പെർഫോമൻസ് ആണെങ്കിൽ വി ഡിസൈഡഡ് ടു കണ്ടക്ട് അവർ ഇംഗ്ലീഷ് ക്ലബ്സ് പെർഫോമൻസ് എന്നിട്ട് ആ സ്റ്റോറി കൊടുക്കുക. ഓക്കെ, ഓൺ ഡേറ്റിന് മുമ്പ് ഓൺ ട്യൂസ്ഡേ May 11, 2023 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഓൺ കൊടുക്കുക. ടൈമിന് മുമ്പ് അറ്റ് കൊടുക്കുക. ചില സ്ഥലങ്ങളിലെ അറ്റ് നമ്മൾ സ്ഥലത്തിൻ്റെ മുൻപും കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ സ്കൂളിൽ ഓഡിറ്റോറിയം, അപ്പോൾ സ്കൂളിലെ ഓഡിറ്റോറിയം എന്ന് പറയുമ്പോൾ ആ ഓഡിറ്റോറിയത്തിന് മുൻപ് നമ്മൾ അറ്റ് കൊടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, വലിയ സ്ഥലത്തിന് മുമ്പ് അറ്റ്, വലിയ സ്ഥലത്തിന് മുമ്പ് ഇന്നെ, ചെറിയ സ്ഥലത്തിന് മുമ്പ് അറ്റ് നമ്മൾ പഠിച്ചു പ്രൊഫൈൽ എഴുതുമ്പോൾ. ഓക്കെ, അപ്പോൾ ടൈമിന് മുമ്പ് നമ്മൾ അറ്റ് കൊടുക്കുന്നുണ്ട്, അറ്റ് ടൈം ഇൻ അവർ സ്കൂൾ ഓഡിറ്റോറിയം. ഇന്നും കൊടുക്കാം, അറ്റ് ഇങ്ങനെ 2-3 സ്ഥലങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അറ്റും ഇന്നും കൊടുക്കാം കേട്ടോ, ക്ലിയർ ആവുക. ഓൾ ആർ കോഡിയലി വെൽക്കം. അവസാനം കൊടുക്കേണ്ടത് എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി ബൈ പ്രിൻസിപ്പൾ ആണെങ്കിൽ പ്രിൻസിപ്പൾ, അല്ലെങ്കിൽ സെക്രട്ടറി ആണെങ്കിൽ സെക്രട്ടറി. ഹെഡിങ്, നോട്ടീസ്, ഡേറ്റ്, പിന്നെ നമ്മുടെ ആ ഒരു ഡിയർ ഓർ റെസ്പെക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് കൊടുക്കുക. പിന്നെ സ്റ്റാർട്ടിങ് ലൈൻ, അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, എൻഡിങ് ലൈൻ. ഇത് മൊത്തം പഠിച്ചേച്ച് ഈ ഒരു ഫോർമാറ്റ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്കുണ്ട്. ഓക്കെ, ഇതിൽ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20 ഇതും റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്കൂൾ ഫോർ സിമ്പതി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ അവിടെ റൈറ്റർ ഇ.വി. ലൂക്കസ് വാസ് വെരി മച്ച് ഇംപ്രസ്ഡ് ബൈ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ഓഫ് ദ സ്കൂൾ. ആ സ്കൂളിൽ വന്നിട്ട് ലൂക്കസിന് അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം കണ്ടിട്ട് ഭയങ്കര ഇംപ്രസ്ഡ് ആയി. ഹി ഡ്രാഫ്റ്റ് ഹിസ് തോട്ട് ഇൻ ഫോം ഓഫ് എ ഡയറി, പ്രിപ്പയർ ദ ലൈക്ലി ഡയറി. ഇത് കഴിഞ്ഞ ഇയറിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിലും ഉണ്ട്. അതിലത്തെ ആൻസേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലത്തെ നോക്കാം, അല്ലെങ്കിൽ ഇത് നോക്കാം കേട്ടോ. ഏതാണ് നിങ്ങൾക്ക് സിമ്പിൾ അത് എഴുതുക. ഡയറി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡേറ്റ്, മന്ത്, ഇയർ അത് കൊടുക്കണം. ഇത് ജസ്റ്റ് എൻ്റെ ആ മുകളിൽ പോയതാണ്, നിങ്ങൾ അത് എഴുതുക. ഓക്കെ, ഡയറി എന്നൊരു ഹെഡിങ് കൊടുക്കുക, പിന്നെ ഡേറ്റ്, മന്ത്, ഇയർ അതൊക്കെ കൊടുക്കുക. ടുഡേ ഐ ഹാഡ് ദ പ്രിവിലേജ് ഓഫ് വിസിറ്റിംഗ് ദ സ്കൂൾ ഫോർ സിമ്പതി ആൻഡ് ഐ മസ്റ്റ് സേ ഐ വാസ് വെരി ഇംപ്രസ്ഡ് വിത്ത് വെൻ ഐ സോ. ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇംപ്രസ്ഡ് ആയി. ദ എഡ്യൂക്കേഷൻ സിസ്റ്റം അറ്റ് ദ സ്കൂൾ എംഫസൈസ് വാല്യൂസ് സച്ച് ആസ് എംപതി ആൻഡ് കൈൻഡ്നസ് വിച്ച് ആർ സോ ഇമ്പോർട്ടൻറ്റ് ടുഡേസ് വേൾഡ്. കാരുണ്യം, മറ്റുള്ളവർക്ക് നേരെയുള്ള ഒരു സഹതാപം, ഇതൊക്കെ ഇന്നത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത്. അത് നല്ല രീതിയിൽ അവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ദ ചിൽഡ്രൻ ഹിയർ ആർ taught to be aware of the feeling of others. ഇവിടെ പറയുന്നത്, ഇവിടുത്തെ കുട്ടികൾ പഠിപ്പിക്കുന്നത് അതാണ് taught എന്ന് പറയുന്നത്. പഠിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ ഫീലിങ്സിലും നമ്മൾ എന്ത് വേണം, ബോധവൽക്കരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സും കൂടി മനസ്സിലാക്കി വേണം ജീവിക്കാൻ എന്നൊരു തോട്ട് അവർ തരുന്നുണ്ട്. ആൻഡ് ടു ഷോ കമ്പാഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ടുവേർഡ്സ് ദോസ് ഹു ആർ ലെസ് ഫോർച്ചുനേറ്റ് ദാൻ ദംസെൽഫ്. ലെസ് ഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗ്യം കുറവുള്ള കുട്ടികളുണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ പറയും വികലാംഗൻ, അല്ലെങ്കിൽ കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുട്ടികളുടെ നേരെ നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ സ്നേഹം, അവരെ മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കണം എന്നുള്ളൊരു തോട്ടും കൂടി ഇവിടുന്ന് കിട്ടുന്നുണ്ട്. വാട്ട് സ്ട്രക്ക് മീ മോസ്റ്റ് വാസ് ദ വേ ടീച്ചേഴ്സ് ഇൻട്രാക്ട് വിത്ത് ദ സ്റ്റുഡൻസ്. എന്നെ ഏറ്റവും കൂടുതൽ കൊള്ളിച്ച, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലേറെ കൊണ്ട ഒരു കാര്യം ടീച്ചേഴ്സ് കുട്ടികളുമായിട്ട് ഇടപഴകുന്ന രീതിയാണ്. ദേ വർ പേഷ്യൻ്റ് ആൻഡ് ജെൻറ്റിൽ യെറ്റ് ഫേം വെൻ നെസസറി. അവർ ഭയങ്കര ക്ഷമയോട് കൂടിയിട്ടാണ് അവരോടായിട്ട് സംസാരിക്കുന്നതും നിൽക്കുന്നതും. ദേ എൻകറേജ് ദ ചിൽഡ്രൻ ടു തിങ്ക് ഫോർ ദംസെൽഫ് ആൻഡ് ടു എക്സ്പ്രസ് ദെയർ ഒപ്പീനിയൻ ഫ്രീലി. അവർ നല്ല രീതിയിൽ അവരെ എൻകറേജ് ചെയ്യും, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. എന്തുകൊണ്ട്? അവർക്ക് അവരുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റിയിൽ നിൽക്കാനും അവരെ എന്ത് വേണമെങ്കിലും തിങ്ക് ചെയ്യാൻ, പ്രൊമോട്ട് ചെയ്യാനും. ദ സ്റ്റുഡൻറ്റ് സീംഡ് ഹാപ്പി ആൻഡ് കുട്ടികളവിടെ ഭയങ്കര ഹാപ്പിയാണ്. എൻഗേജ്ഡ് ഇൻ ദെയർ ലേണിംഗ്. അവരുടെ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ, അവരുടെ ആ പഠിപ്പിൽ എൻഗേജ്ഡ് ആയിട്ട് നിന്നിട്ട്. ആൻഡ് ഇറ്റ് വാസ് ക്ലിയർ ദാറ്റ് ദേ റെസ്പെക്റ്റഡ് ആൻഡ് അഡ്മയർഡ് ദ ടീച്ചേഴ്സ്. അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ടീച്ചേഴ്സിനെ അവർക്ക് നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അവർ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഐ ലെഫ്റ്റ് ദ സ്കൂൾ ഫോർ സിമ്പതി ഫീലിംഗ് ഹോപ്പ്ഫുൾ ഫോർ ദ ഫ്യൂച്ചർ. ഇനി ഭാവിയിൽ ഇതിലൊരു നല്ല പ്രതീക്ഷ വരും എന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്തത്, ആ ഒരു സിമ്പതി എന്ന് പറഞ്ഞ സ്കൂളിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇഫ് മോർ സ്കൂൾ അഡോപ്റ്റഡ് ദിസ് അപ്രോച്ച് ടു എഡ്യൂക്കേഷൻ. ഒരുപാട് സ്കൂളുകാർ ഇവരുടെ ഈ ഒരു അപ്രോച്ച്, ഇവരുടെ ഈ രീതികൾ അഡോപ്റ്റ് ചെയ്തെടുക്കണം, അവരെടുക്കേണ്ട ആവശ്യമുണ്ട്. ഐ ബിലീവ് വി കുഡ് ക്രിയേറ്റ് എ കൈൻഡ് ഓഫ് മോർ കമ്പാഷനേറ്റ് സൊസൈറ്റി. അങ്ങനെയാണെങ്കിൽ കരുണമായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, കാരുണ്യമുള്ള, എല്ലാത്തിലും ഒരുപോലെ സഹകരിക്കുന്ന ഒരു സൊസൈറ്റിന്, ഒരു സമൂഹത്തിനെ നമുക്ക് ഇതുപോലെ സ്കൂളുകൾ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇറ്റ് വാസ് എ ട്രൂലി ഇൻസ്പയറിംഗ് എക്സ്പീരിയൻസ്. ഇതെന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരാളുടെ രീതിയിൽ പ്രചോദനം നൽകുന്ന ഒരു എക്സ്പീരിയൻസ് ആയി എന്ന് പറയാം. ഇത് നിങ്ങൾക്ക് ടഫായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കഴിഞ്ഞ ഇയറിലെ ആനുവൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ നോക്കുക, അതിൽ ഈ ആൻസേഴ്സ് ഉണ്ട് കേട്ടോ. അത് കുറച്ചും കൂടി സിമ്പിളായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക, കാരണം റിപ്പീറ്റഡ് ആയിട്ട് ഇത് എന്തായാലും വരും. നെക്സ്റ്റ് ലാസ്റ്റ് സെക്ഷനാണ് ഒന്ന് എഡിറ്റും, അതുപോലെ അടുത്തത് ആ ഒരു ബ്രാക്കറ്റും നമ്മൾ ചൂസ് ചെയ്ത് എഴുതുക. ദ ഓൾഡ് മാൻ സ്പീക്ക് കൈൻഡ്ലി ടു ദ ലാഡ്. സ്പീക്ക് എന്നല്ല, സ്പോക്ക് എന്ന. ഓക്കെ, സംസാരിച്ചു. അപ്പോൾ സ്പോക്ക് പാസ്റ്റ് ടെൻസ് ചെയ്ത. ആൻഡ് ആസ്ക്ഡ് ഹിം സം ഹാർഡ് ക്വസ്റ്റ്യൻ. സോ ക്ലെവർ വാസ്. സോ ക്ലെവർ വാസ് എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. സോ ക്ലെവർ were the answers that the priest agreed to take the little fellow. സ്പെല്ലിംഗ് തെറ്റാണ്, 2 L വരുന്നുണ്ട്. into the temple as an acolyte and to educate him for the priesthood. അപ്പോൾ ഇതാണ് ആദ്യത്തെ ആൻസർ. ഞാൻ 21 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റിലെ പോർഷൻ തന്നെയാണ്. ടെക്സ്റ്റ് നന്നായി വായിക്കാൻ പറയുന്നത് ഇതാ. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഗ്രാമർ സെക്ഷൻ അറിഞ്ഞില്ലെങ്കിലും എവിടെയാണ് ഇന്ന, ഓൺ, അറ്റ്, അതുപോലെ ഫെല്ലോൻ്റെ സ്പെല്ലിംഗ് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, 22 ക്വസ്റ്റ്യൻ നമ്പർ 22 ആണ് നമുക്ക് അവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ടെറൻഡി കെയിം ഔട്ട്. ഇതും നമ്മുടെ ചാപ്റ്റർ ബേസ്ഡാണ്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ വായിച്ചിരുന്നു കഴിഞ്ഞാൽ കുറേ മാർക്കുകൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ടെറൻഡി കെയിം ഔട്ട് ഡാഷ് ദ കിച്ചൺ ഓഫ് ദ കിച്ചൺ ഗാർഡൻ ആൻഡ് ബിഗിൻ സ്ട്രൈഡിങ് ഡാഷ് ദ വില്ലേജ്. ബിഗിൻ സ്ട്രൈഡിങ് ഡൗൺ ദ വില്ലേജ്. ഡൗൺ ആണ് അവിടെ വരിക കേട്ടോ, ഡൗൺ ദ വില്ലേജ്. ഹി വാക്സ് ക്വിക്ക്ലി വിതൗട്ട് സ്റ്റോപ്പിംഗ് ഓർ ലുക്കിംഗ് ഫ്രം സൈഡ് ടു സൈഡ്. ഫ്യോക്ല ക്യാൻ ഹാർഡ്ലി കീപ്പ് അപ്പ് വിത്ത് ഇറ്റ്. അപ്പോൾ 2 അല്ല, ഡൗൺ ആണ് ആ ബി ക്വസ്റ്റ്യനിൽ വരിക. ഓക്കെ, സ്ട്രൈഡിങ് ഡൗൺ എന്ന് പറയാം. ആ വില്ലേജിൻ്റെ സ്ട്രീറ്റിലേക്ക് ഇങ്ങനെ നടന്നു പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ് കൂടെ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഇംഗ്ലീഷിൻ്റെ കംപ്ലീറ്റ് വീഡിയോസിൻ്റെ ലിങ്കും ആനുവൽ എക്സാമിനേഷൻ്റെ ലിങ്കും നമ്മൾ കൊടുക്കുന്നുണ്ട്.
അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾ ചൂസ് ചെയ്ത് നോക്കുക കേട്ടോ. ഓരോ ലിങ്കുകളും നോക്കുക. ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്